നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. An inspiring journey into the future. പുതിയ അക്കാദമിക വർഷത്തിൽ സ്വയംഭരണ പദവിയുമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. അക്കാദമിക വൈവിധ്യവും പ്രവർത്തന മികവും വികസന തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായാണ് പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കുവാൻ കോളേജ് ഒരുങ്ങിയിരിക്കുന്നതെന്ന് കോളേജ് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ അക്കാദമിക വർഷത്തിൽ സ്വയംഭരണ പദവിയുമായി നിർമ്മല കോളേജ്. അക്കാദമിക വൈവിധ്യവും പ്രവർത്തന മികവും നൈപുണ്യ വികസന തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായാണ് പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് എല്ലാ സർവകലാശാലകളിലും 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപ്പം അതിനെ ചുവടുപിടിച്ചുകൊണ്ട് ഓട്ടോണോമസ് ആയ സാഹചര്യത്തിൽ നിർമ്മല കോളേജും 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ജൂലൈ 1-ാം തീയതി മുതൽ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോളേജിൽ പ്രത്യേകിച്ച് എല്ലാ ക്ലാസ് മുറികളും പൂർണ്ണമായി ICT എനേബിൾഡായി മാറ്റിയിട്ടുണ്ട്. ഈ വർഷം ഈ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ 3 വർഷം വരെ അതൊരു ഡിഗ്രി പഠിച്ച് വിദ്യാർത്ഥിക്ക് ക്യാമ്പസിൽ നിന്ന് പോകാൻ സാധിക്കും. 4-ാമത്തെ വർഷം ഓണേഴ്സ് ബിരുദമായിട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഓണേഴ്സ് ബിരുദത്തോടൊപ്പം തന്നെ റിസർച്ച് ബിരുദവുമായിട്ടും പോകാനായിട്ട് സാധിക്കും. റിസർച്ച് ബിരുദം ഒരു കുട്ടിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗവേഷണ രംഗത്ത് പ്രാവീണ്യമുള്ള അധ്യാപകർ ആ ക്യാമ്പസിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നിർമ്മല കോളേജിൽ ഏകദേശം 35ഓളം റിസർച്ച് ഗൈഡുമാരുണ്ട്. അപ്പോൾ തീർച്ചയായും ഗവേഷണത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓണേഴ്സ് ഡിഗ്രി ഗവേഷണം കൂടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനുള്ള സൗകര്യം നിർമ്മല കോളേജിൽ. കോളേജിന് UGCയുടെ ഓട്ടോണോമസ് പദവി കിട്ടിയതിനാൽ അഡ്മിഷന് കോളേജ് വെബ്സൈറ്റ് വഴി മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി കോളേജിൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. 4 വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മല കോളേജിൽ മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, സിസ്റ്റം ആൻഡ് റോബോട്ടിക്സ്, മലയാളം, ഹിന്ദി, ഇക്കണോമിക്സ്, കൊമേഴ്സ്, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, അക്കൗണ്ടിംഗ് എയ്ഡഡ് കോഴ്സുകളും കൊമേഴ്സ്, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, കോർപ്പറേഷൻ, BVOC ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ബാച്ചിലർ ഓഫ് ടൂറിസം മാനേജ്മെന്റ്, BCA, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളും ലഭ്യമാണ്. കോളേജിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമി വഴി സിവിൽ സർവീസ് പരിശീലനവും ലഭിക്കും. എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ്സുകളാക്കി മാറ്റണം. അതിനുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും ഇതിനകം നൽകിയിട്ടുണ്ട്. ഈ 4 ഇയർ കോഴ്സിനെ കുറിച്ചുള്ള ട്രെയിനിങ് വിദഗ്ധരായ ആളുകൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ക്യാമ്പസിലെ എല്ലാ അധ്യാപകരും പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സഹായമാകത്തക്ക വിധം ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഏകദേശം 1500ഓളം അപേക്ഷകൾ നമുക്കിതിനോടകം വന്നിട്ടുണ്ട്. കുട്ടികൾ ക്യാമ്പസ് തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന രീതിയിലുള്ള പല കോഴ്സുകളും പല ട്രെയിനിങ് പ്രോഗ്രാമുകളും ഇതോടകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മികച്ച ഒരു തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത്. ACCA US, ACCA ഇന്ത്യൻ, അതോടൊപ്പം തന്നെ CMA US, CMA ഇന്ത്യൻ, അതോടൊപ്പം തന്നെ ACCA കോഴ്സുകൾ ഇവിടെ നടത്തുന്നു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പ്രാവീണ്യം ആർജിക്കാനായിട്ട് കുട്ടികൾക്ക് ഏകദേശം 6ഓളം കമ്പ്യൂട്ടർ ലാബുകൾ നമുക്കിവിടെയുണ്ട്. അപ്പോൾ തരത്തിൽ വളരെ സജ്ജമായ രീതിയിലാണ് ഈ ക്യാമ്പസിനെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ പോൾ കളത്തൂർ, നിയുക്ത പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ, വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ, പ്രൊഫസർ ജിജി കെ ജോസഫ്, ഡോക്ടർ സോണി കുര്യാക്കോസ്,
അഡ്മിഷൻ നോഡൽ ഓഫീസർ പ്രൊഫസർ മാത്യൂസ് കെ മനയാനി എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.